കുറച്ചു ദിവസം മുൻപ് ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു കുട്ടി, ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുന്ന ഒരു കുട്ടി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, മാഷെ വെക്കേഷനാണ്, ഏതെങ്കിലും ഒരു കടയിൽ ഒരു പണി വാങ്ങി തരാമോ എന്ന് ചോദിച്ചു. അങ്ങനെ പല കടയിൽ ചോദിച്ചു. ഒരു പച്ചക്കറി കടയിൽ ഞാൻ അവന് പണി ശരിയാക്കി കൊടുത്തു. പക്ഷേ അവൻ ആ കടയിൽ പോയില്ല. ഞാൻ ചോദിച്ചു, മോൻ എന്തേ പോകാത്തത്? അപ്പോൾ അവൻ പറയുകയാണ്, ഞാൻ പിന്നീട് ആലോചിച്ചപ്പോഴാണ് എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നിയത്. എനിക്ക് മനക്കണക്ക് കൂട്ടാൻ അറിയില്ല. പച്ചക്കറി കടയിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, ഓരോരുത്തർ വന്നിട്ട് തക്കാളി എന്താ വില? 35 രൂപ. എന്നാൽ 1/2 കിലോ തക്കാളി. വെണ്ട എന്താ വില? 68 രൂപ. എന്നൊരു 1/4 കിലോ വെണ്ടയ്ക്ക. സവോള എന്താ വില? 42 രൂപ. അങ്ങനെ ഒരു 1.5 കിലോ സവോള. 10 രൂപയ്ക്ക് പച്ചമുളക്. അങ്ങനെ ഓരോ കണക്ക് പറയുന്നേക്കാം. ആ രീതിയിൽ മനക്കണക്ക് കൂട്ടിയെടുക്കാൻ എനിക്ക് പ്രയാസമുണ്ട്. പെട്ടെന്ന് മനക്കണക്ക് കൂട്ടി തിരക്കുള്ള സമയത്തൊക്കെ കച്ചവടം നടത്തണ്ടേ? അതിന് പോരായ്മയുണ്ടെന്ന് എന്നോട് പറഞ്ഞത് ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുന്നൊരു കുട്ടിയാണ്. അപ്പം ഞാൻ വിദ്യാഭ്യാസ സമ്പ്രദായത്തെയോ ഒന്നിനെയും കുറ്റപ്പെടുത്തല്ല. എവിടെയൊക്കെയോ ചില പോരായ്മകളുണ്ട്. അത് പരിഹരിക്കുന്നതാണ് നല്ലത്. പണ്ടത്തെ കാലത്ത് അക്ഷരങ്ങളും അതിൻ്റെ ഉച്ചാരണ ശുദ്ധിയൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എവിടെയൊക്കെയോ അതിൻ്റെ പോരായ്മകൾ സമൂഹത്തിൽ നിഴലിക്കുന്നുണ്ട്. അതുപോലെ മനക്കണക്ക് കൂട്ടിയെടുക്കുന്നതിൻ്റെ പോരായ്മകളൊക്കെ ഇപ്പോൾ കാണാറുണ്ട്. ഞാൻ അത്യാവശ്യം യാത്ര പോകുന്ന ആളാണ്. ചില സ്ഥലത്തൊക്കെ പോകുമ്പോൾ ഞാൻ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ഓരോന്നിൻ്റെ വില ചോദിച്ചാൽ വാങ്ങിക്കുക. ഞാൻ ഏകദേശം ഒരു കണക്ക് മനസ്സിൽ കൂട്ടിയെടുക്കും. എന്നിട്ട് ഞാൻ ബില്ല് ചോദിക്കും. ബില്ല് ചോദിക്കുമ്പോൾ തന്നെ അവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ എഴുതി കൂട്ടിത്തരും. പലപ്പോഴും എനിക്ക് കിട്ടുന്ന ബില്ല് തെറ്റായിരിക്കും. അപ്പം ഞാൻ കണക്ക് കൂട്ടി അവരോട് പറഞ്ഞു കൊടുക്കും, ഈ ബില്ലിൽ ഇത്ര രൂപേൻ്റെ വ്യത്യാസമുണ്ട്. അപ്പോൾ അവർ അറിയാതെ ഒറ്റ കൂട്ടങ്ങ് കൂട്ടിയപ്പോൾ സംഭവിച്ചതെന്ന് പറയും. എല്ലാവരും അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഈ ഡിഗ്രിക്കാരൻ്റെ കഥ പറഞ്ഞ പോലെ എവിടെയൊക്കെയോ ചില പോരായ്മകളുണ്ട്. അത് പരിഹരിക്കണം. അത് പണ്ടത്തെ കാലത്ത് ഉണ്ടായിരുന്നില്ല. പണ്ടത്തെ കാലത്ത് 10ാം ക്ലാസ് കഴിഞ്ഞവന് ഗുണനപ്പട്ടിക അറിയാം, കൂട്ടാനറിയാം, കുറയ്ക്കാനറിയാം, ഹരിക്കാനറിയാം. മനക്കണക്കൊക്കെ അവൻ അത്രമേൽ പെട്ടെന്ന് ചെയ്യും. അതെന്തോ ഇപ്പോൾ പലരിലും കാണുന്നില്ല. ബി ഹാപ്പി.